ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തു. എപ്പോഴും ഇങ്ങനെ പറ, ഞങ്ങൾ കുടുംബമായിട്ട് യഹോവയെ സേവിക്കും, ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന അങ്ങ് ഞങ്ങളെ തൃപ്തി വരുത്തും. നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നല്ലത് മാത്രം പറഞ്ഞാൽ മതിയേ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ഈ വചനം കേൾക്കുമ്പോൾ ഒക്കെ ക്രിസ്ത്യാനിയുടെ ദൈവത്തിനെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചരിത്രപുരുഷൻ. ഇപ്പോഴും ഭയങ്കര വിവാദങ്ങളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ നോക്കിയപ്പോൾ ഇത്രയും കാലം കേൾക്കാത്ത യേശു ജനിച്ചാർന്നോ, ഇതങ്ങനെയാണോ? അപ്പോൾ ഒരു കൂട്ടർ പറയേണ്ട ഒരു വലിയ ആൾ പറഞ്ഞു എന്നാൽ യേശു ജനിച്ചോ ജീവിച്ചോ എന്നല്ല, ജീവിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റോ എന്ന് കണ്ടുപിടിക്കേണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ യേശു ജനിച്ചു എന്നൊക്കെ എല്ലായിടത്തും തെളിവുകൾ സഹിതമുണ്ടല്ലോ. മരിച്ചുയർത്തെഴുന്നേറ്റോന്ന്, മരിച്ചുയർത്തെഴുന്നേറ്റ കാരണമല്ലോ ലോകത്തെമ്പാടും ഇങ്ങനെ യേശു യഹൂദനായിട്ട് ജനിച്ചിട്ട് അവർ പോലും ദൈവത്തിൻ്റെ ഇങ്ങനെ വചനം പറഞ്ഞതിന് കൊന്നയാൾ ഈ ക്രിസ്ത്യാനികൾ എവിടെയുണ്ട്? ചൈനയിലില്ല, ഇന്ത്യയിലില്ല. നിസ്സാര അംശമല്ലേ ഉള്ളൂ. പക്ഷേ ലോകത്തിൽ അപ്പടിയും ക്രിസ്ത്യാനി എന്ന് പേരേ ഉള്ളൂ കേട്ടോ. യേശുവിനെ അറിയുന്നവരായിരുന്നെങ്കിൽ എന്ത് ഗുണമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ അറിയട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ഇത് ലോകത്തിൻ്റെ ചരിത്ര പുരുഷൻ്റെ കാര്യമായിട്ടോ പറയണേ. മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആ നാമമാണ് യേശു ക്രിസ്തു. അതാണ് യേശു ക്രിസ്തു എന്ന് ഗൂഗിളിൽ അടിക്കുമ്പോൾ രക്ഷകൻ എന്ന് പറഞ്ഞേ. രക്ഷപ്പെടാൻ എന്ന് വെച്ചാൽ നമ്മൾ കിടക്കണ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു കൂട് തിരിയൊക്കെ ആയിട്ട് യേശുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ പടത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല. യേശു ക്രിസ്തു എന്താണെന്ന് പഠിക്കണം. യേശു പറയണത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കണം. നിങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവത്തെ ആരാധിക്കണം. പോലെ തന്നെ തൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഞാൻ ഓർത്ത വചനങ്ങളൊക്കെ പറഞ്ഞതാട്ടോ. അപ്പം നമ്മൾ മാറണം എന്നാണ് യേശുവിൻ്റെ ഇത്. നമ്മൾ നിഷ്കളങ്കരായി വിശുദ്ധരായി ആ വഴി കാണിച്ചു തരാൻ വന്നേക്കണെയാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ എനിക്കത് കിട്ടണം ഇത് കിട്ടണം, അത് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. അല്ലാണ്ട് ഒരു കാര്യവും നടക്കൂല. ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൃദയത്തിലെ കാര്യം ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കണ്ടല്ലോ. എൻ്റെ ഉള്ളിൽ എൻ്റെ യേശു ക്രിസ്തു വന്ന് എൻ്റെ ഉള്ളിൽ എന്നാ ആഗ്രഹങ്ങൾ, എൻ്റെ ഉള്ളിലെ വിഷമം എന്നാന്നൊക്കെ യേശുപ്പൻ അറിയാൻ പാടില്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തു വസിച്ചാൽ സകല നന്മയും പിമ്പടയാണ്. അപ്പം നമ്മൾ അതിനേക്ക് നമുക്ക് എയിം ചെയ്യാം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്തയുടെ തന്നെയാണ്. ഇന്നും കുഞ്ഞുമില്ല. കുഞ്ഞുനി എന്നാ വന്നേന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണില്ല. പൗലോ കുഞ്ഞിന് എന്തോ ചൂട് തോന്നിക്കുവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. കുഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് പോയേക്കുക. അപ്പോൾ നാളെ സെക്കൻഡ് സാറ്റർഡേ ആയത് കാരണം നമുക്ക് കുർത്തയുടെ വീഡിയോ സെക്കൻഡ് സാറ്റർഡേ ഇടാറില്ല. കാരണം ഒത്തിരി പേര് കുർത്ത ഇട്ട് നോക്കി എടുക്കാൻ വരും. അപ്പോൾ ഒരു മാറ്റിവെക്കലേ നടക്കില്ല. അങ്ങനെ പറ്റി. അതിമനോഹരമായ കുർത്തകളാട്ടോ ഇന്ന്. പിന്നെ നമ്മുടെ സോഫ്റ്റ് ഹക്കോബയല്ലേ, നമ്മൾ പെർ മീറ്ററിന് 250 വിൽക്കണേ. ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം ആട്ടോ. അത് സൂപ്പർ യെല്ലോ കളറ് വീനെക്കിൽ 1050 രൂപയുള്ളൂ. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ. നമ്മൾ 250 രൂപയുടെ മീറ്ററിന്, 2.5 മീറ്ററിന് തന്നെ എത്ര രൂപയാകും? ലൈനിങ്ങും ഒക്കെ കൂടെ കൂടി. അപ്പോൾ 47 ജെർക്കോ ഉണ്ട്. ലെമണല്ലോ ഭയങ്കര രസമല്ലേ കളറാണ്. ലെമണല്ലോയും പിങ്കും. അപ്പോൾ പെട്ടെന്ന് എടുത്തു. പീനക്കുമാണ്. ഇനി ഇതും പ്യുവർ കോട്ടൺ, കൈക്ക് ലൈനിങ് ഇല്ല കേട്ടോ. നല്ലൊരു സൂപ്പർ കോളറി മാത്രം മിറർ വർക്ക്. 799 ഉള്ളൂ. ലാർജ് തൊട്ട് 3XL വരെയുണ്ട് കേട്ടോ. ഇനിയുണ്ടെങ്കിൽ ഇട്ടൊക്കെ കാണിച്ചേനെ അല്ലേ. നിങ്ങളിതിനു മുമ്പ് പണ്ട് ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാം എടുത്തേ ആ രീതിയിലെടുത്തു. നമ്മുടെ കുർത്തകളൊക്കെ ഇപ്പം നിങ്ങൾ എടുക്കാറില്ലല്ലോ. ഒരുവിധം കുർത്തേനെ പറ്റി രൂപം കിട്ടിയല്ലോ. നമ്മുടെ കുർത്ത ഒരു യൂണിറ്റുമായിട്ട് ടൈപ്പ് അവരുടെ കുർത്ത ഇടുമ്പോൾ എല്ലാം കറക്റ്റ്. അത് കാരണം നമുക്ക് കുർത്തയ്ക്ക് ഭയങ്കര ചിലവാണ്. അത് കാരണമാണ് സെക്കൻഡ് സാറ്റർഡേ എല്ലാവരും വന്ന് ഇട്ട് നോക്കി എടുക്കണത് കുർത്ത. എൻ്റെ വേറെ ഷെയ്ഡ് 799 ഉള്ളൂ. മീഡിയം തൊട്ട് ലാർജ് തൊട്ട് 3XL വരെയുണ്ട്. നല്ല കുർത്തകളാണ്. ഒന്നാമത്തെ കോളറും വീനക്കും ഇവിടെ മിറർ വർക്കും പിന്നെ പ്യുവർ കോട്ടൺ, നല്ല സൂപ്പർ കോട്ടൻ്റെ കുർത്ത. വില അതല്ലേ ഉള്ളൂ.
ഇനി നമുക്ക് ചില ഷോള്. ഇത് ഈ സോഫ്റ്റ്, ഞാനിപ്പോൾ എൻ്റെ ഈ ഷോള് കിടക്കണില്ലേ, ഈ ഷോളൊക്കെ 1500 രൂപയുടെ ഓർഗൻസ ഷോളാണ്. അതുപോലെ കൂടിയ ഷോളാട്ടോ. നല്ല പേസ്റ്റ് ചാട്ടുകളുമാണ്. നല്ല പേസ്റ്റൽ ഗ്രീൻ വിത്ത് ബ്ലൂ 499 രൂപയുള്ളൂ. സൂപ്പർ ഷോളാണ്, അടിപൊളിയാണ്. ഇതിൻ്റെ കളേഴ്സ് ഇങ്ങനെ കിടക്കുകയും ചെയ്തോളും, ഇങ്ങനെ ചേർന്ന് കിടന്നോളും. ഒട്ടും ബുമ്മിലും ഇങ്ങനെ ബുംബുന്ന് പൊങ്ങൂല. എന്നാൽ ഓർഗൻസ ആയ കാരണം ബുമ്മിലൊക്കെ തോന്നിക്കുകയും ചെയ്യും, പറഞ്ഞിരിക്കുകയില്ല. 499 സെൽഫ് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് അടിപൊളി സംഭവം. $499 കേട്ടോ. ലൈലാക്ക് ഇത്തിരി കളേഴ്സ് ഉണ്ട്. ഇത്രയും കളേഴ്സ് ഉണ്ടെങ്കിലും ആൾക്കാർ ഒരുപാട് കളർ കിട്ടിയില്ല. ഈ കളർ എവിടെ എന്താണ് 499. പിങ്കിൻ്റെയൊക്കെ എത്ര ഷെയ്ഡാണ് ബീച്ചിൻ്റെയൊക്കെ. ബീച്ച് ഇപ്പം ഞാൻ ഇട്ടേക്കണ ബീച്ചിൽ വേറെ ബീച്ചല്ലേ, ഒരു കളേഴ്സാണ്. ഇത് തന്നെ പേസ്റ്റ് പിങ്ക് തന്നെ എന്തോ ഒരു സൈസാണ് അല്ലേ. അതാ ഷോൾ എടുത്തിട്ട് ടോപ്പും പോട്ട് അന്വേഷിക്കണമായിരിക്കും നല്ല. അടിപൊളിയാണ്. ഇനി സെമി മൊഡാലായിരിക്കും കേട്ടോ. ഈ വിലക്ക് കിട്ടില്ല, മൊഡാൽ സിൽക്കിൻ്റെ ഒന്നും നല്ല. ഇതും വീനക്ക. അപ്പം വീനക്ക അധികം ചോദിച്ച ആൾക്കാർ വന്നെ 699 രൂപയുള്ളൂ കേട്ടോ. നല്ല കളർ ചാർട്ടാട്ടോ. ലാർജ് തൊട്ട് 3XL. മൊഡാലിൻ്റെ അല്ല, നല്ല പ്രിൻ്റുകളാണ്, നല്ല കളർഫുള്ള്. 699 രൂപയുള്ളൂ. ഇത് പിന്നെ കുഞ്ഞുമില്ലേലും നിങ്ങൾ എപ്പോഴും ഇട്ട് കാണുന്നതല്ലായിരുന്നു. ഇത് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് വരുത്തിയേക്കണേ. റീസ്റ്റോക്ക് വരുത്തിയപ്പോൾ കുറേ നാൾ കൂടിയ റീസ്റ്റോക്ക് വരുത്തണേ കേട്ടോ. മീഡിയം തൊട്ട് ഡബിൾസ് വരെ 850 രൂപയുള്ളൂ. അടിപൊളി സംഭവമായിട്ട്. ഇത് എപ്പോൾ കൊണ്ടുവന്നാലും ഒരു പീസ് പോലും ഇരിക്കാണ്ട് പെട്ടെന്ന് വിറ്റ് പോണേ. ആ ബാക്കി ഇങ്ങനെ ആലിയാക്കട്ടാട്ടോ. ഇട്ടാൽ ഭയങ്കര രസമുള്ളതാണ്. കുറേ നാളായി നമ്മൾ ഈ പ്രിൻ്റ് കൊണ്ടുവന്നിട്ട്. 3 കളേഴ്സാണ്. ബോട്ടിൽ ഗ്രീൻ ആട്ടോ ഇപ്പോൾ കാണിച്ചേ. ഇത് മെറൂൺ. പെട്ടെന്ന് എടുത്തു. ആലിയക്കെട്ടിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയാം. അതും വെൽവെറ്റിൻ്റെ ഇത് നമുക്ക് ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചെടുക്കണം. കോട്ടൺ 350 രൂപയുള്ളേ. നല്ല ഷോൾ കേട്ടോ, നല്ല ഷോൾ. 350 രൂപയുള്ളൂ. രൂപ. സൂപ്പറാണ്. അടിപൊളിയാണ്, അടിപൊളി. ഇത് മൊഡാലി തന്നെയല്ലേ. ഇത് മൊഡാലി വർക്കുണ്ട്. സൈഡ് ഓപ്പൺ ആണോ? അല്ല, ലൈനിങ്ങും ഇല്ല, സ്ലിറ്റും ഇല്ല. നല്ലൊരു പ്രിൻ്റ്. 699 രൂപയുള്ളൂ കേട്ടോ. മീഡിയം തൊട്ട് ഡബിൾസിൽ വരെ നന്നായിട്ട് റഫായിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യാൻ നല്ല രസം കേട്ടോ. സ്ലിറ്റിൽ ഫ്ലെയർ ഏലയും കട്ടിങ്ങാണ്. 699 രൂപയുള്ളൂ. നല്ല പ്രിൻറ്റും അല്ലേ. അതിൻ്റെ മെറൂണും ഉണ്ട്. മീഡിയം തൊട്ട് ഡബിൾസിൽ വരെ അല്ലേ. ഇത് കണ്ടോ, ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഹക്കോബ. ഭയങ്കര വിലയുടെ ഹക്കോബയാണ്. ഭയങ്കര സോഫ്റ്റ് ഹക്കോബയുടെയാണ്. കൈക്ക് ലൈനിങ് ഇല്ല. 899 രൂപ അല്ലേ. ലാർജ് തൊട്ട് 3XL വരെ നല്ല ലെങ്ത് ഉണ്ട്. 47-48 ഇഞ്ച് ഇറക്കമുണ്ട്. നല്ലതാണ്. എൻ്റെ വേറെ ചാർട്ടും ഉണ്ട്.
നല്ല അടിപൊളി കേട്ടോ, ഭയങ്കര സോഫ്റ്റ്, കനവും ഇല്ല, ഭയങ്കര സോഫ്റ്റ്. ഫ്രണ്ട് ബാക്കും ഒക്കെ ഈ സെയിം ആട്ടോ. മീറ്ററിന് തന്നെ ഇങ്ങനെ 2.5 മീറ്ററിന് തന്നെ എത്ര 600 വരില്ലേ? ഇത് 250 രൂപ മീറ്ററിനാകുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ എത്ര രൂപ വരും. അപ്പോൾ ആ വിലയ്ക്ക് എന്ത് ലാഭം. ഇത് കണ്ടോ, സോഫ്റ്റ് ഷോള്, ക്രഷ്ഡ് ഷോള്, ക്രേപ്പിൻ്റെ 390 ഉള്ളേ. അടിപൊളി ഷോളാണ്. $390 ഉള്ളൂ. അടിപൊളി അടിപൊളി സംഭവങ്ങളാണ്. സൂപ്പർ ബ്ലാക്ക്, അത് സ്പൈസിൻ്റെ നല്ലതല്ല. അതെ, നമ്മുടെ ഷെയറിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. നമ്മൾ നിങ്ങളാ ഡ്രസ്സൊക്കെ എടുക്കണ ഓർഡർ ത്രൂ നമ്പറുകളിലേക്ക് യൂട്യൂബ് ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടുക. പിന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ ഫേസ്ബുക്കിൽ തന്നെ ഞങ്ങൾ ഷെയറിൻ്റെ ഓപ്ഷൻ ഇട്ടാൽ ഫേസ്ബുക്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും കിട്ടും. യൂട്യൂബിലുള്ളവർ ഷെയർ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അതിലേക്ക് ഇട്ടേരെ കേട്ടോ. 1000 രൂപയുടെ ഈ മാസം, ഇനി ഫെബ്രുവരി ആദ്യം നമ്മൾ ഞറക്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1000 രൂപയുടെ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച്, ഇപ്പോൾ ഷെയറൊക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് അതൊക്കെ ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടുതരാം. ഇൻസ്റ്റയിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന്, മൂന്നിൽ നിന്നും എടുത്തിട്ടാണ്, കിലുക്കിയിട്ടാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്താട്ടോ. 550 രൂപ. ലാർജ് തൊട്ട് 3X വരെയുണ്ട്. ഇട്ടാലും നല്ലതാണ്. കൈക്കും ഇത്തവണ ലൈനിങ് ഒക്കെ ഉണ്ട്. നല്ലൊരു ഹാൻഡ്ലൂം ലുക്കാണ്. ഈ വിലയ്ക്ക് ഇത് സൂപ്പറാണ്. 550 രൂപയല്ലേ ഉള്ളൂ. അതിൻ്റെ കളേഴ്സ് കാണിക്കാം. ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അതാണ് റീസ്റ്റോക്ക് അടിക്കുന്നത്. 3 കളേഴ്സ്. ഇതൊന്നും ഈ കളേഴ്സൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഇതുവരെ. ഈ കളേഴ്സൊന്നും കാണിച്ചിട്ടില്ല. ഒരു ഫ്രോക്ക്. ഈ ഫ്രോക്കിന് ഭയങ്കര ഡിമാൻഡായത് കാരണം മാത്രം കേട്ടോ ഫ്രോക്കെല്ലാം വെച്ചേക്ക് കുഞ്ഞു വരുമ്പോൾ ഇട്ട് കാണിക്കാൻ. 899. എക്സ്ട്രാ സ്മോൾ തൊട്ട് ലാർജ് വരെയുണ്ട്. നമുക്ക് ഏറ്റവും അധികം ഇപ്പോൾ ഫ്രോക്ക് വിൽക്കണത് ഈ സൈസ് ഭയങ്കര പെട്ടെന്ന് വിറ്റ് തരും. പിന്നെ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെയൊക്കെ ചോദിച്ചു എല്ലാവരും. ഇത് 2 മീറ്ററോളം ഉള്ളൂ. സ്റ്റോളാണ്. ഇങ്ങനെയൊക്കെ ഇട്ടിട്ട്, അല്ല കുർത്ത ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെയൊക്കെ ഇട്ടാൽ മതി. ഇങ്ങനെയൊക്കെ ഇട്ടാൽ കുർത്ത ഇടുമ്പോൾ ഷോള് വേണമെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ മുസ്ലിംസിനെ ഇങ്ങനെ ഇടാം. അമ്പലത്തിൽ പോകുമ്പോൾ ഷോൾ ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെ ഇട്ടാൽ നല്ല രസമില്ലേ? യേശപ്പ എന്താല്ലേ, പള്ളിയിൽ പോകുമ്പോൾ തലേ തുണിയില്ലെങ്കിൽ പണ്ട് അച്ഛൻ ഓടിക്കുക. അച്ഛന്മാരെ പേടിയാണ്. 250 ഉള്ളേ. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ വലിയ ഷോൾ ചൈനയിൽ നിന്ന് വന്നതാണ്, ചൈന പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വലിയ ഷോള് നമുക്കൊക്കെ 2.5 മീറ്ററിനേക്ക് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ പറയാം വില കൂടി. ഞാൻ പറഞ്ഞു വില കൂടിക്കോട്ടെ, അതിനെന്നാ സാധനം കിട്ടുവാണെങ്കിൽ എന്തിനാ പറയുക ചൈനയിൽ നിന്ന് വന്നതാണ്, ചൈനക്കാരോട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ 90,000 പീസ് ഒന്നിച്ച് ഓർഡർ. ചൈനക്കാരന് ഇതിന് ഇത്രയും ചെറുതുണ്ടാക്കണം. അവർക്ക് അവിടെ പെണ്ണുങ്ങൾക്ക് പൊക്കം കുറവാണ്. ഇതിൻ്റെയൊക്കെ കൂടി ഇങ്ങനെ ഇടണേ എന്തെങ്കിലും ആട്ടെ. ഇത്രയും നല്ല സ്ഥാനക്കാരൊന്നുമില്ലാണ്ട് ഇങ്ങനെ ജീൻസിൻ്റെ ടോപ്പിൻ്റെയൊക്കെ കൂടെ ഇടാൻ നല്ലതല്ല. 250 ഉള്ളൂ. കുർത്തയുടെ കൂടെ ഇടാം. സ്റ്റോളാണ്. നല്ല കളേഴ്സാണ്. കനവുമില്ല. ഇത് ചോദിച്ചാരാണ്ടൊക്കെ വന്നായിരുന്നു. അപ്പം തീർന്നിരിക്കുക. ഫാഷൻ ഈ വിലയല്ലേ ഉള്ളൂ. $250. ഇതപ്പടി സ്റ്റോണാണ് കേട്ടോ. സ്റ്റോൺ നല്ല രസമുണ്ടല്ലോ. ഇവിടെ ഒരു നെറ്റ് പോലത്തെ തുണിയാണ്. അത് വെച്ചടിച്ചേക്കും ഈ സ്റ്റോണിൻ്റെ.
നടുക്കത്തെ തുണിയും നല്ലതാണ്. ഇത് നമുക്ക് സാരിക്കൊക്കെ കിട്ടിയില്ല അല്ലേ? റണ്ണിങ് മെറ്റീരിയലായിട്ടല്ലേ? ചൈനയിൽ പോയി ഇതെടുത്തായിരുന്നെങ്കിൽ ഇല്ലേ? ചൈനയിൽ ഇത് നല്ല തുണി നല്ലല്ലേ? ഇതിലൊരു ഗ്രാൻഡ് ലുക്കില്ലേ? ലിനൻ്റെ ഒരു ഫീലിങ്സ് ഇല്ലേ? കുറച്ച് കിട്ടിയാൽ ചൈനയിൽ നിന്ന് ഒത്തിരി തുണിയൊക്കെ ഇന്ത്യയായിട്ട് തന്നെ ഉണ്ട്. ഇന്തോനേഷ്യ സോർട്ടിൽ ചെല്ലുമ്പോൾ ഇമ്പോർട്ടൻറ്റ് തുണി എന്ന് പറഞ്ഞ കുറേ കടയുണ്ട്. നമ്മൾ ഇനി പോകണം, മാർച്ചിലൊന്ന് പോകണം. അങ്ങനെ മടിയാണ്. അപ്പോൾ അവർ ഫോട്ടോ അയക്കുമ്പോൾ എടുത്തെടുത്ത് പോയി തപ്പാൻ മടിയാണ്. എല്ലായിടത്തും യാത്ര മടുത്തു. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ അവരിങ്ങനെ നമുക്ക് ഓൺലൈനിൽ ഇട്ട് തരും. അപ്പോൾ നമ്മൾ എടുക്കുക, അവരയക്കും. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ഓൺലൈൻ ജീവികളായി. അപ്പോൾ ഒന്ന് കറങ്ങാൻ പോയെങ്കിൽ എന്തൊക്കെയാണ് അവിടെ വേറെ വല്ല വെറൈറ്റിയൊക്കെ ഉണ്ടോ, പുതിയ കടകളൊക്കെ നോക്കായിരുന്നു. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സ്വപ്നലോകത്തെ ബാലഭാസ്കരി പണ്ട് എനിക്ക് സ്വപ്നം കാഴ്ചയാണ്. നല്ല കാന്താ കോട്ടണിൽ ഈ ഓക്കിൽ ഇങ്ങനെ പീസ് വെച്ചിട്ട് മിറർ വെച്ചിട്ടുണ്ടേ. ഇടുമ്പോൾ നല്ലതാട്ടോ. 799 ആട്ടോ. ലാർജ് തൊട്ട് XXL വരെ ഇങ്ങനെ ഒരു പീസ് വെച്ച്. അപ്പോൾ ഇടുമ്പോഴും നല്ലതാണ്. ലാർജ് തൊട്ട് 3XL വരെയുണ്ട്. കൈക്കുമൊക്കെ ലൈനിങ് ഉണ്ട്. സൂപ്പർ സംഭവം. അതിൻ്റെ മെറൂണും ഉണ്ട്. കാന്താക്കോട്ടന് എപ്പോഴും തകർത്തു വാഴും. ഇടുമ്പോൾ അജ്രക് പ്രിൻ്റോടെയല്ലേ കാന്താക്കോട്ടനിൽ. നമ്മുടെ കൂടിയ ഹക്കോബയാട്ടോ. 250 രൂപയൊക്കെ വരെയുള്ള ഹക്കോബ. 199 അല്ല. ഇതിൻ്റെ കളേഴ്സ് ഞാൻ എടുത്തില്ലായിരുന്നു. കിട്ടുവാങ്കിൽ എടുക്കാം. അത്രയും വിലയുടെ ആയത് കാരണം എടുക്കാണ്ടിരുന്നത്. ഭയങ്കര രസമില്ല കാണാൻ. 899 മീഡിയം തൊട്ട് XXL വരെ. ഇപ്പോൾ ഈ XLകാർക്ക് XXL എടുക്കണമായിരിക്കും നല്ല. ഇങ്ങനെ ഇച്ചിരി ഒരു ബാക്കിലൊരു ടക്കും ഇട്ട് ഒന്ന് പയ്യൊന്ന് ഷേപ്പൊക്കെ ചെയ്തേ. ഭയങ്കര ടൈറ്റ് ഊർക്കാൻ കഴിയുമ്പോൾ വല്ലതും നമ്മുടെ ചുങ്കിടി സിൽക്ക് എത്ര 290 ഉള്ളൂ കേട്ടോ. എന്താല്ലേ മഴവിൻ മനോരമ പോലെ. എന്ത് രസമാണ് കാണാൻ. ഒരു വെള്ള ചുരിദാറൊക്കെ ഇട്ട് ഈ ചുങ്കിടി ഷോള് ഇടണേ. ഇപ്പം എന്തോ ഓർക്കണ്ട് ഞാൻ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യാത്തതെന്ന് വന്നിട്ട്. വെള്ള 2 ദിവസം ഇട്ടാൽ ഞാനിട്ട് ആശായിരുന്നു. വെള്ളയൊന്നും ഇട്ടാൽ കഴിവവും ഇല്ല, വിറക്കവും ഇല്ല. എന്ന് വെച്ചാൽ എങ്ങനെയല്ല, വൃത്തിയായിട്ട് സൂക്ഷിക്കുകയൊന്നുമില്ല. വീട്ടിൽ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് ഇപ്പോൾ 2ാമത് പെയിൻറ്റ് ചെയ്യുക. അതിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് അറിയുമല്ലോ. കാര്യം വെള്ളയുടെ അത്ര ഭംഗി തന്നെ ഉള്ളതല്ലേ. അപ്പക്കുട്ടനെ പെണ്ണ് കെട്ടിക്കണേൻ്റെ ഇതായിട്ട് നമ്മൾ വീടൊക്കെ പെയിൻറ്റ് ചെയ്യണതാണ്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അപ്പക്കുട്ടനോട് ഇപ്പോൾ കെട്ടണ്ട, ഇച്ചിരൂടെ കഴിയട്ടെ, ഇച്ചിരൂടെ ആകട്ടെ. വീട് പെയിൻറ്റിങ് തുടങ്ങി. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീരുമാനിക്കുമ്പോഴല്ല, യേശുപുരം തക്കതണേനെ കൊണ്ടുവന്ന അപ്പം തന്നെ കല്യാണം. അപ്പക്കുട്ടന് ഈ പണ്ട് നേഴ്സറി പോകാൻ മടിയാട്ടോ. അപ്പം അവിടെ ചെല്ലണ വഴിയെ പിള്ളേരെല്ലാം കൂടെ എവിടെ നേഴ്സറി കൊണ്ടുവരുന്ന സമയം 1.5 വയസ്സൊക്കെ ആയിപ്പോയാ. അപ്പക്കുട്ട തൊപ്പിക്കാരായി എപ്പം കല്യാണം എന്ന് ചോദിക്കുന്ന വഴി അപ്പക്കുട്ടന് ഒരു ചിരിയൊക്കെ വരും. ചിരി വന്നപ്പോഴത്തേന് ഞാനൊരു ജെംസൊക്കെ മേടിച്ചോണ്ടാ പോകണം. ജെംസിൻ്റെ പാക്കറ്റ് കൈ കൊടുക്കണ വഴി അത് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ 2 പിള്ളേരെ ഉണ്ണിക്കുട്ടനെ അതെ കുഞ്ഞിലേ നേഴ്സറി കൊണ്ടുവിട്ടു. ഉണ്ണിക്കുട്ടനെ ഒരു 2.5 വയസ്സൊക്കെ ആയപ്പോൾ വിട്ടെ. എന്നിട്ട് ഞാൻ പഠിക്കാൻ പോക്കാണ്. ഇങ്ങനെ പെയിൻറ്റിങ് അത് ഇത് അങ്ങനെ അതും ഇതൊക്കെ പഠിച്ചിട്ടില്ല. ഇതൊക്കെ തുടങ്ങി അടിപൊളി കളേഴ്സ്. നിങ്ങൾ എൻ്റെ വർത്തമാനത്തിലല്ല ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ശ്രദ്ധ തുണിയിലായിരിക്കണം. തുണി എടുത്തില്ലെങ്കിൽ അവരെന്നോട് പറയും വർത്തമാനം പറയേണ്ടത്. ഞാൻ വർത്തമാനം പറയണമെങ്കിൽ നിങ്ങൾ തരുമല്ലോ തുണി എടുത്തോട്ടോ. ഈ പിള്ളേർ പറയും ചേച്ചി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലും അവരെ തുണിയൊന്നും എടുത്തില്ലെന്ന് പറയും. ഇത് നല്ല വിലയാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോകുന്നില്ല. സ്ലിറ്റില്ല അല്ലേ? A ലൈനാണ്. എത്ര സൈസ്?
എക്സൽ തൊട്ട് 3XL വരെ ഉണ്ട് കേട്ടോ. നല്ല പ്രിൻ്റാണ്. 590. അപ്പോൾ 3 മീറ്റർ തുണി വേണം. തുണിക്ക് തന്നെ 199. നമ്മളെത്രയാണ് 199 കണ്ടല്ലായിരുന്നോ? അപ്പോൾ എന്ന് ഓർത്തോക്കെ എത്രയും വില എത്ര? 599 രൂപയുള്ളൂ. അപ്പോൾ തുണിയുടെ കാശ് കൂടുതലായിട്ടില്ല. കൂലി ഫ്രീയാണ്. നമുക്ക് തുണിയെടുത്ത് തയ്ച്ചാൽ ഇത്രയും വില കുറച്ച് കിട്ടില്ല. 47 ചെറുക്കമുള്ളപ്പോൾ പണ്ടത്തൊക്കെ കാലത്ത് വിലങ്ങനെ വെട്ടായിരുന്നു. അപ്പം നീളം ഇങ്ങനെ വനാണ് നീളപ്പാട വെട്ടണം. നീളപ്പാട് തുണി വെട്ടിയില്ലെങ്കിൽ തുണി കാണാൻ ഭംഗിയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാട്ടോ. ഇങ്ങനെ ഈ ബട്ടൺസ് വെച്ച് കോളറ് സ്ലിറ്റില്ല, കോട്ടൺ ലൈനിങ് ഇല്ലാത്ത ഫ്ലെയർഡ് സൂപ്പർ സംഭവം കേട്ടോ. ഇവിടെ എല്ലാവരും ഈ സൈസ് ചോദിച്ചു തന്നെ. ഇപ്പോഴത്തെ ഒരു ഫാഷനായിരുന്നു. 599 രൂപയുള്ളൂ. മീഡിയം തൊട്ട് XXL വരെയുണ്ട്. സൂപ്പർ സംഭവം. ഇത് അവനെ അത്രയും ബോറൊക്കെ അടിക്കാത്ത. അതിൻ്റെ മെറൂണും ഉണ്ട്. ഇത് സിൽക്ക്. നമ്മൾ കഴിഞ്ഞ തവണയും കാണിച്ചായിരുന്നു. ഇതാണ് കാണിച്ചത് അല്ലേ? പ്രിൻ്റൊക്കെ വേറെ ആയിരിക്കും. ഈ സൈസ് കാണിച്ചില്ലേ? ഏതോ പണം കാണിച്ചു. 350ക്ക് ഇത് സൂപ്പറാട്ടോ. 350 രൂപയുള്ളൂ. അടിപൊളി ഷോള്. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ എപ്പോഴും ഗോപി പുതുകാടിനെ ഓർക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഈ വിവാദങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ വാരി എറി ഒരാളെന്തേലും ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുക ഈ മദർ തെരേസയ്ക്കെതിരായിട്ട് എന്തോ മതം മാറ്റുക മദർ തെരേസ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അവിടെ വളഞ്ഞിട്ട് അകത്ത് മെയിൻ പോലീസ് ഓഫീസർ കയറി ചെല്ലുക മദർ തെരേസയുടെ അടുത്തേട്ടേ. അപ്പോൾ മദർ തെരേസ ഒരു സ്ത്രീയാണോ പുരുഷനാണോ ഛർദിക്കോ കയ്യിൽ മേടിക്കുവാന്ന്. ഈ റോട്ടിൽ കിടക്കണ മനുഷ്യരെയൊക്കെയാണ് കയ്യിൽ മേടിച്ചിട്ട് അത് കൊണ്ടുപോയി കഴുകി കളയുന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാന്ന്. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് അവരുടെ ആൾക്കാരോട് പറയാമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മതപരമായിട്ട് നിങ്ങളുടെ ചടങ്ങ് നടത്തുക എന്ന് പറഞ്ഞ് കേട്ടോണ്ട് ഇൻസ്പെക്ടർ. അപ്പോൾ ഞാൻ ഓർക്കുക അത് ഈ റോട്ടിൽ കിടന്ന മനുഷ്യർ മരിച്ചാലും കുഴപ്പമില്ല, അത് ചെയ്യുന്നവൻ ഉടനെ ക്രിസ്ത്യാനിയാക്കുക എന്നാണ് പ്രശ്നം. എന്ത് ക്രിസ്ത്യൻ? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൻ്റെ മാർഗം സ്വീകരിച്ച മഹാത്മാഗാന്ധി ക്രിസ്ത്യാനിയായിട്ടായിരുന്നോ മരിച്ചത്? അല്ലല്ലോ. മഹാത്മാഗാന്ധി ഇങ്ങനെ എപ്പോഴും പറയില്ലേ, മഹാത്മാഗാന്ധി, വിവേകാനന്ദ സ്വാമിയും ശ്രീനാരായണ ഗുരുവാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ. അവരാരും ക്രിസ്ത്യാനിയായിട്ടല്ലോ യേശുവിനെ ഫോളോ ചെയ്തേ. നമുക്കിടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ്. എന്ത് മതം മാറ്റാനാ? മതം മാറിയിട്ട് തന്നെ കാര്യം. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ഇപ്പം യേശുവിനെ അറിഞ്ഞിട്ടില്ല. ഈ ഇടയാണ് യേശു രക്ഷകനാണ്, യേശു എന്താണെന്ന് ഇച്ചിരി അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ആ യേശുവിനെ അറിയുന്നവൻ ഭാഗ്യവാനാണ്. ചുമ്മാ ഇങ്ങനെ പറയും. എന്നിട്ട് ഓരോരുത്തരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ അവരെ വാരി ഇങ്ങനെ അവർ കൊച്ചുങ്ങളെ കാണിച്ച് കോടികൾ കിട്ടുക. എന്തുമാത്രം അവിടെ മുടക്കണ ഫീസൊന്നും മുടക്കാണ്ട്. ഇപ്പോൾ ഈ കാരക്കുന്നത്ത് അനാഥ മന്ദിരത്തിൽ പോയിട്ടോ ഇങ്ങനെ ഞാൻ പോവാറുണ്ട്. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് രാത്രി ഇരുന്ന് അവർ പെയിൻറ്റ് ചെയ്യുവാന്നേ. ഇങ്ങനെ പെയിൻറ്റിങ്ങിന് പോലും ആരെ വിളിക്കാണ്ട്. എൻ്റെ പിന്നെ അവർക്ക് 4 മണിക്ക് 3:30 എഴുന്നേറ്റ് അവിടെ കാരക്കുന്നത്ത് അനാഥ മന്ദിരത്തിൽ മന്ദബുദ്ധി പിള്ളേരാട്ടോ. അങ്ങനെ പറയണേ പോലും എനിക്ക് വിഷമാട്ടോ. ഒന്നും തോന്നരുത്. ദൈവത്തിൻ്റെ കൃപയല്ലേ നമുക്കൊക്കെ ബുദ്ധിയുള്ളത്. ദൈവമേ, അവർ മാലാഖമാരാ വീട്ടിലെ. എന്നാൽ അങ്ങനെ അവരെവിടെ ഭൂമിയിലുണ്ടെങ്കിൽ അവരായിരിക്കും സ്വർഗത്തിലെ മാലാഖമാരെന്നല്ലേ പറഞ്ഞത്. കാരണം അവർ പാപം ചെയ്യണില്ലോ, അവർക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പം അവിടെ ആ സിസ്റ്റേഴ്സ് ഇങ്ങനെ നോക്കണ കാണണം. എൻ്റെ യേശപ്പ എന്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കുളിപ്പിച്ച് ചിലതുങ്ങളെ പൂട്ടിയിടുക, ചിലതുങ്ങൾ വേറെ പിള്ളേരെ കടിക്കുകയോ പറക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ എന്ത് പാടാന്നറിയാം. കുറച്ച് പിള്ളേരുള്ളൂ, എന്തുമാത്രം സിസ്റ്റേഴ്സ് കഷ്ടപ്പെടണേ. അപ്പോൾ നമ്മളവിടെ കൊണ്ടുപോയി എന്തെങ്കിലും പൈസ കൊടുക്കുമ്പോൾ സിസ്റ്റർമാരെടുക്കുമോ അവരെടുക്കുമോ? പണ്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. ആരെന്തെടുക്കണം? ദൈവം നമ്മളെ കാണണം, നമ്മളെ പിള്ളേരെ നോക്കേണ്ടത്. നമുക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉള്ള പിള്ളേരെ തന്നപ്പോൾ നമ്മളെന്തേലും ഇത് കൊടുക്കണത് അവരെന്താ ചെയ്യണേന്ന് നമ്മളെന്തിനാ ധരിക്കണം? നമ്മൾ യേശുവിനാ കൊടുക്കണം, ദൈവത്തിന് അതാ കണ്ടെച്ചാൽ മതി. അത് അവർ ചെയ്ത് അവരോട് ദൈവം ചോദിച്ചോളും. ഒരു പ്രസ്ഥാനമൊക്കെ തുടങ്ങിയതിന് ഇതിനെ ചെളി വാരി എറിയാൻ എളുപ്പമാണ്. ഒരെണ്ണം തുടങ്ങി നോക്കിക്കേ, ഭയങ്കര പാടാണ്. എന്തും നശിപ്പിക്കാൻ എളുപ്പമാണ്, ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഒരാളെ കൊല്ലാൻ പറ്റും, ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റും. ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു മനുഷ്യന് സാധിക്കും, ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളൊന്നും നശിപ്പിക്കാൻ നമ്മളായിട്ട് പോകണ്ട കേട്ടോ. ആർക്കെതിരെ കളിയാക്കാനോ വിധിക്കാനോ ഒന്നും നടക്കണ്ട കേട്ടോ. വിധിക്കണം, വിധിയാൻ നിങ്ങളെ തന്നെ വിധിക്കുമെന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കണം.
ചെയ്തു. ഇനി അടുത്തത് ബാക്കി പറയാം. യേശുവേ സഫയർഗിരി യേശുപ്പാ സ്തോത്രം. എത്ര മിനിറ്റായി? 25. ദൈവമേ വർത്താനം പറഞ്ഞു. നീ കുറേ കാണിക്കാനുണ്ട്. പിങ്ക് സ്തോത്രം. യെല്ലോ ആഷ് ഗ്രീൻ കോട്ടയല്ലേ, ഇത് കോട്ടയുടെ ആട്ടോ. ശരിക്കും നിങ്ങൾ സിൽക്കി കോട്ട പ്രിൻ്റഡ് ഈ പാറ്റേണിലപ്പോൾ എല്ലാം മനെ എനിക്ക് വേണമെങ്കിൽ ഈ പാറ്റേൺ ഇപ്പോഴത്തെ ഒരു ഇത് സൈഡ് ഓപ്പൺ, ഇതും സൈഡ് ഓപ്പൺ അല്ല, ലൈൻ ഇങ്ങനെ ഈ ബട്ടൺസ് വെച്ച് ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ആംഗിൾ ലെങ്ത് ഒരു പാൻറ് വിട്ടാൽ സൂപ്പർ. 790 രൂപയുള്ളൂ കേട്ടോ. ലാർജ് തൊട്ട് 3XL വരെ ഉണ്ട്. കൈക്ക് ലൈനിങ് ഇല്ലേ, കോട്ടയാട്ടോ. കണ്ടോ അതിൻ്റെ ഒരു 2 ഷെയ്ഡുള്ള, അതിൻ്റെ 2 ഷെയ്ഡ്. ഹക്കോബയല്ല, കോട്ടയില. ആ കട്ട് വർക്ക് ഫുൾക്കാരി ഇല്ലേ? അയ്യോ കോട്ട എന്ന് പറഞ്ഞാൽ കട്ട് വർക്ക് ഫുൾക്കാരിയാ. ഭയങ്കര സൂപ്പർ സംഭവം കേട്ടോ. ആകെ 790 രൂപയുള്ളൂ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ചെയ്ത് കോട്ടൺ, സിമ്പിൾ കോട്ടൺ 699. XL തൊട്ട് 3XL വരെ വലിയ സൈസ്. ഇതൊരു ഷോള് അല്ല, നമ്മൾ കാണിച്ചിട്ടില്ല ഇങ്ങനത്തെ ഷോള്. ലിനൻ ഷോളാട്ടോ. അതിലൊരു പ്രിൻറ്റും ഉണ്ട്. നല്ല ഷോള്. അറ്റത്തെ ടാസിൽസും ഉണ്ട്. റേറ്റ് പറയാം 499. ലിനൻ ഷോളായിട്ടാട്ടോ. ചൂട് കാലത്തൊക്കെ നല്ലതാണ്. ലിനൻ ഷോളിന് മൊത്തത്തിൽ വിലയാലോ. പ്യുവർ ലിനൻ ഷോളാട്ടോ. 499. അതിൽ ഇത് എംബ്രോയ്ഡറി ആണോ? എംബ്രോയ്ഡറി ആട്ടോ, പ്രിൻ്റല്ല. ദൈവമേ ഫുൾ എംബ്രോയ്ഡറിയാ. കണ്ണട വെക്കണം എന്ന് പറഞ്ഞ ഇതാ. യേശുപ്പ എനിക്ക് കണ്ണട വെക്കാണ്ട് കാഴ്ച തന്നെങ്കിൽ മതിയാകും. നമുക്ക് എന്ത് വേണേലും പ്രാർത്ഥിക്കാൻ പാടില്ലേ. ഈ കണ്ണടയൊക്കെ വെച്ചുകൊണ്ട് നടക്കണ്ട, മുടിയൊക്കെ നരയ്ക്കാണ്ടിരുന്നായിരുന്നെങ്കിൽ എല്ലാം പ്രാർത്ഥിക്കാൻ പോവാം. യൗവനം കഴുകനെ പോലെ പുതുക്കി തരാമെന്ന് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനായ ദൈവം. നല്ല ഉള്ളിത്തൊണ്ടിൻ്റെ കളർ അല്ലേ? സവോള കളറൊന്നുമല്ലേ? അല്ലേ, സവോളയ്ക്ക് ആ കളറുണ്ട്. ഇത് ലൈലാക്ക്. വീട്ടിലെ സവോള അങ്ങനെ ഇരിക്കണം, അതെനിക്കറിയാം. ദേ കണ്ടോ, ആ എന്താ ഭംഗി. 390 ഉള്ളൂ കേട്ടോ. അടിപൊളി. പെട്ടെന്ന് എടുത്തോ. ഈ മൾട്ടി കളർ ആയത് കാരണം ഭയങ്കര ഡിമാൻഡായിരിക്കും. $390. ആലിയ കട്ടിൻ്റെ നല്ലൊരു പ്രിൻ്റ് കേട്ടോ. 899 രൂപയേ ഉള്ളൂ. നല്ല റയോണിൻ്റെ, റയോൺ എന്ന് പറഞ്ഞാൽ കൂടിയ റയോൺ ആട്ടോ, പണ്ടത്തെ പോലെയല്ല. മീറ്ററിന് 200-220 രൂപയുടെ. ബാക്കി ഇങ്ങനെ XL. ഇത് വലുതാട്ടോ. XL തൊട്ട് 3XL വരെ. 3XLകാർക്കില്ലെന്ന് പറഞ്ഞ് നൂല് ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വേണ്ടോ? ഇട്ടിട്ട് പോലെ തീർന്നെന്നും പറഞ്ഞാൽ ആ ഷെയർ ചെയ്യണ കാര്യം മറക്കരുത് കേട്ടോ. ഈ ഇൻസ്റ്റയിൽ കാണുന്നവരൊന്ന്, ഇൻസ്റ്റയൊക്കെ നമ്മൾ ഈ ഇടയല്ലേ തുടങ്ങിയതാണ്. ഇതൊന്ന് നിങ്ങൾക്കുടെ ഹെൽപ്പും കൊണ്ട് അതൊന്ന് പൊക്കിക്കൊണ്ട് വരണം. ഇൻസ്റ്റ, യൂട്യൂബും നമ്മൾ ലാസ്റ്റ് തുടങ്ങി. ഫേസ്ബുക്കിലാണ് നമുക്ക് ഏറ്റവും അധികം. ഇപ്പോൾ അല്ല, യൂട്യൂബിലാണോ? ആ തലമാന്തല്ലേ എന്നാണോ പറഞ്ഞത്? ഞാൻ പേടിച്ചു പോയി.
അപ്പോൾ അയ്യോ അറിയാണ്ട് ഈ ഇങ്ങനെ ചിലതിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കില്ല, അതുപോലെ സോറി. അപ്പോൾ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സമ്മാനം കിട്ടും, എല്ലാവർക്കും അല്ല, അതിൽ ഭാഗ്യവാൻ. അതുകൂടാണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏറ്റവും ഭാഗ്യവന്മാരാണ്. കാരണം യേശുമ്പരാൻ അവരെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.